ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ 2 ഈസി റെസിപ്പീസാണ്. അതായത് ഒരു 15 മിനിറ്റ് മാക്സിമം 10-15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന 2 എളുപ്പമുള്ള റെസിപ്പീസ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റി ആയിട്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിട്ട് വന്നേക്കാണ്. ഒരു ഈസി പുഡിങ്, ഒരു 10 മിനിറ്റ് പോലും വേണ്ട ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഈസി പുഡിങ്ങും, പിന്നെ ഒരു പാസ്ത റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ആദ്യം പുഡിങ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 6 ബ്രെഡ് എടുക്കുക. അതിൻ്റെ സൈഡിലുള്ളതെല്ലാം കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ വിപ്പിംഗ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും, കൂടെ മിൽക്ക് മെയ്ഡ്, അതല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാര ആയാലും മതി. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചോക്ലേറ്റിൻ്റെ സിറപ്പും ചേർക്കുക. ചോക്ലേറ്റ് വേണമെന്നില്ല, ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്താൽ മതി. അത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഒരുപാട് ടൈറ്റാക്കി അടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ലൂസായിട്ടാണ് കുറച്ചും കൂടെ ലൂസായിട്ട് വരുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റായിട്ട് തോന്നി. പിന്നെ കസ്റ്റാർഡിന് നമ്മൾ ഫ്രൂട്ട് സലാഡിനൊക്കെ ഉണ്ടാക്കി വെക്കുന്ന സെയിം കസ്റ്റാർഡും ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ബ്രെഡിലേക്ക് ആദ്യം തന്നെ ഞാൻ ഫ്രൂട്ട് സലാഡിന് ഉണ്ടാക്കിയ കസ്റ്റാർഡ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, ഒരു ലെയർ. രണ്ടാമത്തെ ലെയർ ബ്രെഡ് വെച്ചിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അത് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. ഈ 2 ലെയറും വിപ്പിംഗ് ക്രീം വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കസ്റ്റാർഡ് വെച്ചിട്ടോ ചെയ്യാം. അപ്പോൾ ഇത് രണ്ട് ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ അതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബദാം ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. അതിൻ്റെ മുകളിലൊന്ന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചോക്ലേറ്റിൻ്റെ കുഞ്ഞു ബോൾസ് ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് എടുക്കാം. ഒരുപാട് ശരിക്കും ബ്രെഡ് മുങ്ങിക്കിടക്കുന്ന രീതിയിലും എടുക്കാം. പിന്നെ അപ്പോൾ അത് അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്തയ്ക്ക് വേണ്ടിയിട്ട് ചിക്കൻ മസാല തേച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കൻ മസാലയൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് പാസ്ത ഞാൻ 2 കപ്പ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് തിളയ്ക്കുന്ന ടൈമിൽ ആ തിളച്ച് കഴിയുമ്പോഴേക്കും ചിക്കനും ഫ്രൈ ആവും. അപ്പോൾ രണ്ടും പെട്ടെന്ന് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആ ചിക്കൻ എടുത്ത് മാറ്റിയ ശേഷം അതിലേക്ക് നമുക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്യാം. ഒരുപാടൊന്നും ആഡ് ചെയ്തിട്ടില്ല. ക്യാരറ്റും സവാളയും കുറച്ച് വെളുത്തുള്ളി മാത്രം. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പ് ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരുപാട് മസാലയുടെ ഒന്നും ആവശ്യമില്ല. ഞാൻ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഉപ്പും മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ക്യാപ്സിക്കവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയാണെന്നൊക്കെ അതൊക്കെ ചേർത്ത് കൊടുക്കാം. പാസ്തയ്ക്ക് ഒരുപാട് മസാല ചേർക്കാതിരിക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് സോസ് ഒഴിച്ചിട്ടുണ്ട്. സോസ് ആവശ്യമില്ല. പിന്നെ നമുക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സോസ് ചേർത്തതേ ഉള്ളൂ. ഇനി അതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ഇട്ട് മിക്സ് ചെയ്യുക. ചിക്കൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ ഫ്രഷ് ക്രീമും കൂടെ ചേർക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം ചേർക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നായി കിട്ടും. പാസ്തയ്ക്കൊന്നും ഒരുപാട് ടൈം വേണ്ട വേവാൻ വേണ്ടിയിട്ട്, പെട്ടെന്നായി കിട്ടും. അപ്പോൾ ഈ നോമ്പിനൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ് ഇതൊക്കെ. ഇതിൽ പാസ്തയ്ക്ക് മാത്രം ഒരു 15 മിനിറ്റ് മാക്സിമം എടുക്കുകയുള്ളൂ. പുഡിങ്ങൊക്കെ നിസ്സാര ടൈം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞൊരു അരമണിക്കൂർ പോലും വേണ്ടി വന്നില്ല ഇത് രണ്ടും ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ റെസിപ്പി എളുപ്പമായതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. താങ്ക്